2026 ജൂൺ 2 വ്യാഴം രാശി മാറുന്നതിന് നമുക്ക് വ്യാഴത്തിൻ്റെ മഹാരാശിമാറ്റം എന്നുള്ള വിശേഷണത്തോടുകൂടിയേ പറയാൻ പറ്റുള്ളൂ. ഈ വ്യാഴത്തിൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് വ്യാഴം പ്രവേശിക്കുമ്പോൾ ഉള്ളതായിട്ടുള്ള ബാക്കി 12 രാശികളെ ഈ വ്യാഴമാറ്റം എങ്ങനെ സ്വാധീനിക്കുമെന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഈ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് വ്യാഴം വരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ മലയാളികളെല്ലാം പറയുന്നത് ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയാറുണ്ടല്ലോ. ഈ വ്യാഴവട്ടക്കാലം വെച്ചാൽ ഓരോ രാശിയിലും ഓരോ വർഷം നിന്ന് സഞ്ചരിച്ചാണ് വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഈ കർക്കിടകത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ രാശിമാറ്റം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിൻ്റെ ഒരു സംക്ഷേപമാണ് നമ്മൾ ഈ പറയുന്നത്. മേടം മുതൽ മീനം വരെയുള്ള രാശികളിലൂടെ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. രാശി ചക്രത്തിലെ ഒന്നാമത്തെ രാശിയായ മേടൻ രാശിയിലേക്ക് നമുക്ക് പോകാം. മേടൻ രാശിക്കാർ അശ്വതി, ഭരണി, കാർത്തിക, കാലി വരുന്ന മേടൻ രാശിക്കാർക്ക് ഇത്രയും നാളും വ്യാഴം മറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. അതായത് 3-ാം ഭാവത്തിലായിരുന്നു. 3, 6, 8, 12 വ്യാഴം മറിഞ്ഞിരിക്കുന്ന സ്ഥാനങ്ങളാണ്. അപ്പം 3-ൽ നിൽക്കുന്ന വ്യാഴമാണ് 4-ലേക്ക് വരുന്നത്. 4-ലേക്ക് വരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഉച്ചരാശിയിലേക്കാണ് പ്രവേശിക്കുന്നത്. ഉച്ചരാശിയിലേക്ക് വരുമ്പോൾ 4-ാം ഭാവം എന്ന് പറഞ്ഞാൽ മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിന് നല്ല സന്തോഷവും സൗഖ്യവും അഭിവൃദ്ധിയൊക്കെ, കുടുംബാഭിവൃദ്ധിക്ക് നല്ലൊരു പറ്റിയ കാലഘട്ടമായിരിക്കും ഒരു വർഷം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ വ്യാഴത്തിന് ഈ കർക്കിടകത്തിൽ നിന്നുകൊണ്ട് വ്യാഴം മേടത്തിൻ്റെ 8, 10, 12 ഭാവങ്ങളിലേക്ക് കൂടി നോക്കുന്നുണ്ട്. ഈ 8-ലേക്കുള്ള ദൃഷ്ടി 8, 12 എന്ന് വെച്ചാൽ ദുസ്ഥാനങ്ങളാണ്. എന്നാലും 8-ലേക്കുള്ള ദൃഷ്ടി നമുക്കത്ര നല്ല ഗുണം ചെയ്യുന്നതായിരിക്കില്ല. പക്ഷെ 10-ലേക്കുള്ള ദൃഷ്ടി എന്ന് പറയുമ്പോൾ മകരത്തിലേക്കാണ്. വ്യാഴം തന്നെ നീചരാശിയിലേക്കാണ് നോക്കുന്നത്. എന്നാലും 10-ലേക്ക് ആയത് കാരണം ഔദ്യോഗികപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പുരോഗതി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഉദ്യോഗം കാത്തിരിക്കുന്നവർക്ക് ജോലി കിട്ടാനും അതുപോലെ തന്നെ ജോലിയിലിരിക്കുന്നവർക്ക് പ്രൊമോഷൻ കിട്ടുവാനുമല്ല ഒരു സാധ്യത ഈ കാലഘട്ടത്തിൽ ഈ ഒരു വർഷക്കാല അളവിലുണ്ടാകും. 2026 ജൂൺ 2 മുതൽ 2027 ജൂൺ വരെയുള്ളതായിട്ടുള്ള ആ കാലഘട്ടത്തിൽ വ്യാഴം അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളെല്ലാം ഈ രാശിക്കാർക്ക് കൊടുക്കുന്നതായിരിക്കും. അതുകൂടാണ്ട് 12-ലേക്കുള്ള നോട്ടം, 12 എന്ന് വെച്ചാൽ മീനൻ രാശിയിലേക്ക് നോക്കുന്നുണ്ട്. ഈ മീനൻ രാശിയിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം 12-ലെ ശനിയാണ്. ആ 12-ലെ ശനി 7-ര ശനി കാലഘട്ടത്തിൽ കൂടി മേടൻ രാശിക്കാർ കടന്നു പോകുക. അപ്പോൾ ഈ ശനിയെ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് ഒരു സൗമ്യനായിട്ടുള്ള ഗ്രഹമായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി എല്ലാ ദോഷങ്ങളും അകറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ശനിയുടെ ദോഷങ്ങൾ മേടൻ രാശിക്കാർക്ക് വളരെ കുറവായിരിക്കും. 7-ര ശനിയുടെ ദോഷഫലങ്ങൾ വളരെ കുറയുന്നൊരു കാലഘട്ടമായിരിക്കും ഇനിയും ഒരു വർഷം ഇവർക്ക് ഉള്ളത്. കാർത്തിക മുക്കാല്, രോഹിണി, മകയിരത്തര ചേരുന്ന ഇടവൻ രാശി എന്ന് വെച്ചാൽ രാശിചക്രത്തിലെ 2-ാമത്തെ രാശിയായ ഇടവൻ രാശിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഇത്രയും നാളും 2-ാം ഭാവം ധനസ്ഥാനത്ത് നിന്നിരുന്ന വ്യാഴമാണ് ഇപ്പം 3-ൽ പോയി മറയുന്നത്. അപ്പം സാമ്പത്തികമായിട്ട് ഇവർക്ക് വളരെ ഒരു മാന്യത അനുഭവപ്പെടാൻ തുടങ്ങും. പെട്ടെന്ന് കിട്ടിക്കൊണ്ടിരുന്നതായുള്ള ധനത്തിനൊരു ബ്ലോക്കേജ് ഈ രാശിക്കാർക്ക് ഉണ്ടാകാവുന്നതാണ്. പിന്നെ ലഗ്നഫലമൊക്കെ അനുസരിച്ച് കുറച്ച് മാറ്റങ്ങളും ഉണ്ടാവും കേട്ടോ എല്ലാ രാശികൾക്കും. അപ്പം ഇതുപോലെ തന്നെ 2-ൽ നിന്ന് 3-ലേക്ക് വരുന്ന വ്യാഴത്തിൻ്റെ മാറ്റം ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് വളരെ ഒരു ദൂഷ്യമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ വ്യാഴത്തിന് തന്നെ ഇടവത്തിൻ്റെ 7, 9, 11 എന്നീ ഭാവങ്ങളിലേക്ക് വിശേഷ ദൃഷ്ടിയുണ്ട്. അതിൽ 7-ലേക്കുള്ള ദൃഷ്ടി എന്ന് പറയുമ്പോൾ ജീവിത പങ്കാളിയായിട്ടുള്ളതായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായിക്കൊള്ളും. ഇത് വല്ല പ്രശ്നങ്ങൾ വല്ല വാക്ക് തർക്കങ്ങളോ അങ്ങനെ വല്ലതുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കത് കോംപ്രമൈസ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. പിന്നെ 9-ാം ഭാവമായ മകരത്തിലേക്കുള്ള 9 ഭാഗ്യസ്ഥാനമാണ്. ഭാഗ്യസ്ഥാനമായ മകരത്തിലേക്കുള്ള ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വളരെ നല്ലതാണ്. വ്യാഴത്തിൻ്റെ നീചക്ഷേത്രമാണ് മകരം. എന്നാലും അങ്ങോട്ടുള്ള 9-ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി വ്യാഴത്തിന് വളരെ ഗുണം ചെയ്യുന്നതായിരിക്കും. പിന്നീട് 11-ാം ഭാവമായ മീനത്തിലേക്ക് നോക്കുന്നുണ്ട്. 11 എന്ന് വെച്ചാൽ നമ്മുടെ ആയസ്ഥാനമാണ്, വരവിൻ്റെ സ്ഥാനമാണ്. അങ്ങോട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും വളരെ ഗുണകരമായിരിക്കും. 9-ാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ശനിയാണ് മീനത്തിൽ 11-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ 11-ലേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കിട്ടുമ്പം ശനിയുടെ ദൂഷ്യഫലങ്ങൾ കുറയാനും വരുമാനത്തിൽ ഒരു ഗണ്യമായ വർധനവ് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തതായി
രാശിചക്രത്തിലെ മൂന്നാമത്തെ രാശിയായ മിഥുനം രാശിയിലേക്ക് പോകാം. മിഥുനം രാശിയിൽ വരുന്നത് മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യത്തെ 45 നാഴികയും ചേരുന്ന 2.25 നക്ഷത്രങ്ങളാണ്. മിഥുന രാശിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യാഴത്തിൻ്റെ മാറ്റം 2ലേക്കാണ്. എന്ന് വെച്ചാൽ ഇത്രയും നാളും മിഥുനം ജന്മവ്യാഴമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ആ ജന്മവ്യാഴത്തിൽ നിന്ന് 2ലേക്ക്, ധനസ്ഥാനമായ 2ലേക്കാണ് വ്യാഴം വരുന്നത്. ധനസ്ഥാനമായ 2ലേക്ക് വരുന്നതെന്ന് വെച്ചാൽ വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രമാണ്. ധനകാരകനും കൂടിയായിട്ടുള്ള വ്യാഴമാണ് 2ലേക്ക് വരുന്നത്. അപ്പം ധനപരമായിട്ട് ഇവർക്ക് നല്ല ഉയർച്ച നമുക്ക് പറയാം. പിന്നെ ഈ വ്യാഴത്തിൻ്റെ വിശേഷ ദൃഷ്ടിയോടുകൂടി നോക്കുന്നത് വ്യാഴം മിഥുനൻ രാശിയുടെ 6ലേക്ക് നോക്കുന്നുണ്ട്, 8ലേക്ക് നോക്കുന്നുണ്ട്, 10ലേക്ക് നോക്കുന്നുണ്ട്. ഈ 6ലേക്കും 8ലേക്കുമുള്ള നോട്ടം വ്യാഴത്തെ സംബന്ധിച്ചിടത്തോളം, ഈ മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ 6, 8ലേക്കുള്ള ദൃഷ്ടി അത്ര ശുഭകരമല്ല. എന്ന് വെച്ചാൽ വ്യാഴം 6 എന്ന് പറഞ്ഞാൽ ഒരാളുടെ രോഗസ്ഥാനവും 8 ഒരാളുടെ ആയുസിൻ്റെ സ്ഥാനം. അപ്പോൾ ഇവർ രണ്ടുപേരും കണക്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചില അസുഖങ്ങൾ വരും. അപ്പോൾ പൈസ ഒത്തിരി നമ്മൾക്കിങ്ങനെ ഡോക്ടർസ്ക്കൊക്കെ കൊടുത്ത് മരുന്നൊക്കെ മേടിച്ച് കളയേണ്ടി വരും. പക്ഷേ 10ലേക്കുള്ള ദൃഷ്ടി, വ്യാഴത്തിൻ്റെ 10ലേക്കുള്ള വിശേഷാൽ ദൃഷ്ടി വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സ്വക്ഷേത്രമാണ്, വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമായ മീനമാണ് 10ാം രാശിയായിട്ട് വരുന്നത്. ഈ മീനം 10ാം രാശി ആയത് കാരണം 10 എന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥാനം അല്ലെങ്കിൽ കർമ്മസ്ഥാനമാണ്. ഈ കർമ്മസ്ഥാനത്തായത് കാരണം കർമ്മസ്ഥാനം വഴി ലഭിക്കേണ്ടതായിട്ടുള്ള പല നേട്ടങ്ങളും ഈ മിഥുന രാശിക്കാർക്ക് കിട്ടുന്ന കാലയളവാണ്. ചില പ്രമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രമോഷൻ കിട്ടുക, അല്ലെങ്കിൽ ജോലി ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾക്ക് ജോലി കിട്ടാനുമൊക്കെയുള്ള അവസരങ്ങൾ കൂടുതലാണ്. ഈ 6ലേക്കും 8ലേക്കും ഒഴിച്ചുള്ള ബാക്കി 10ലേക്കുള്ള ദൃഷ്ടി മിഥുന രാശിക്കാർക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ രണ്ടും നമ്മൾക്ക് അറിയാവുന്നതാണ്. വളരെ ധനപരമായിട്ട് വളരെ ഉയർച്ചയുണ്ടാകും, കുറച്ച് നഷ്ടങ്ങൾ ഇങ്ങനെ ചില്ലറ അസുഖങ്ങളൊക്കെ ആയിട്ട് പോകാൻ മതി. അല്ലെങ്കിൽ ഈ 10ലേക്കുള്ളതെന്ന് വെച്ചാൽ 10ൽ നമുക്കറിയാം പ്രമോഷൻ കിട്ടാൻ, മുടങ്ങിക്കിടന്നതായിട്ട് ചില പൈസകൾ കിട്ടാൻ, പെൻഡിങ് ആയിട്ടുള്ള പൈസകൾ കിട്ടാൻ മതി, അരിയേഴ്സ് കിട്ടാൻ മതി, പ്രമോഷൻ, അങ്ങനെ പല തരത്തിലും മിഥുന രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ കർക്കിടകത്തിലേക്കുള്ള രാശിമാറ്റം വളരെ ഗുണഫലങ്ങളാണ് കൊടുക്കുന്നത്. അടുത്തതായി രാശിചക്രത്തിലെ 4ാമത്തെ രാശിയായ കർക്കിടകം. പുണർദം കാല്, പൂയം, ആയില്യം ഉൾപ്പെടുന്ന 2.25 നക്ഷത്രമാണ് കർക്കിടകൻ രാശിയിൽ വരുന്നത്. കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ രാശിയിൽ ഉച്ചനായിട്ടുള്ള വ്യാഴമാണ് വന്നിരിക്കുന്നത്. ആ വേറൊരു പ്രത്യേകതയുള്ള ചന്ദ്രൻ്റെ ക്ഷേത്രമാണ് കർക്കിടകം. അപ്പം ചന്ദ്രനും വ്യാഴവും കൂടി ചേർന്നിട്ട് ഗജകേസരി യോഗം എന്ന് പറയുന്നൊരു യോഗം കൊടുക്കും. അതുപോലത്തെ നല്ലൊരു ഫലം കർക്കിടകൻ രാശിക്കാർ ഒന്നിലെ വ്യാഴം കൊള്ളില്ല എന്നൊക്കെ പറയുമെങ്കിലും കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് എനിക്കതങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഒരു ഗജകേസരി യോഗത്തോടുകൂടി നിൽക്കുന്ന ഒരു അനുഭവമായിരിക്കും അവർക്ക് ഒരു വർഷം ഉണ്ടാകുന്നത്. ഇത്രയും നാളും 12ലായിരുന്നു വ്യാഴം. പക്ഷേ ഈ വേറൊരു പ്രത്യേകത, ഈ വ്യാഴം യാതൊരു കാരണവശാലും ബാക്കിയുള്ള ഈ കർക്കിടകൻ രാശിക്കാരെ ഉപദ്രവിക്കില്ല. 1ൽ നിന്നാലും 6ൽ നിന്നാലും 8ൽ നിന്നാലും 12ൽ നിന്നാലും വലിയ ഉപദ്രവം കൊടുക്കില്ല. കാരണം തൻ്റെ ഉച്ചക്ഷേത്രത്തിലായിട്ടുള്ള രാശിക്കാരായ ഇവരെ ഒരിക്കലും വ്യാഴം അങ്ങനെ ഉപദ്രവിക്കില്ല. ഇപ്പം വന്നിരിക്കുന്ന ഈ കർക്കിടകത്തിലേക്കുള്ള രാശിമാറ്റം എന്ന് പറയുമ്പോൾ ചന്ദ്രൻ്റെ കേന്ദ്രത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ പ്രവേശം. അപ്പം ചന്ദ്രകേന്ദ്രി ബൃഹസ്പതി എന്നാണ് നമ്മൾ ഗജകേസരി യോഗത്തെ പറയുന്നത്. അപ്പം ഗജകേസരി യോഗത്തിൻ്റേതായിട്ടുള്ള ഒരു അനുഭവം ഇവർക്ക് വരും. പിന്നീട് വ്യാഴത്തിൻ്റെ ദൃഷ്ടികൾ വരുന്നതാണെങ്കിൽ നല്ല സ്ഥാനങ്ങളായ 5, 7, 9 എന്നുള്ള സ്വസ്ഥാനങ്ങളിലേക്കാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത്. അപ്പം എല്ലാം കൊണ്ടും കർക്കിടകൻ രാശിക്കാർക്ക് വളരെ നല്ല ശുഭഫലങ്ങൾ പറയാം. 5 എന്ന് പറയുമ്പോൾ പുത്രസ്ഥാനമാണ്. അപ്പോൾ കുട്ടികളെ പറ്റി എന്തെങ്കിലും വിദ്യാഭ്യാസ സംബന്ധമായിട്ടോ ജോലി സംബന്ധമായിട്ടോ ഇവർക്ക് വിഷമമുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കോളും. പിന്നെ 7 എന്ന് പറയുന്നത് ഇവരുടെ കുടുംബജീവിതത്തിൻ്റെ സ്ഥാനം. അവിടെയും വളരെ ശുഭകരമായത് സൂചനകൾ ഇവർക്ക് കാണാൻ സാധിക്കും. പിന്നെ ഭാഗ്യസ്ഥാനമായ 9, മീനക്ഷേത്രമായ 9 മീനക്ഷേത്രത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി 9ാം ഭാവമായിട്ട് വരും. കർക്കിടകത്തിൻ്റെ 9ാം ഭാവമായത് കാരണം ഭാഗ്യം കോരിച്ചൊരിഞ്ഞവർക്ക് കിട്ടുന്നതായിട്ടുള്ള ഒരു വർഷമായിരിക്കും ഈ വരാൻ പോകുന്ന 2026 ജൂൺ മുതൽ 2027 ജൂൺ വരെയുള്ളതായിട്ടുള്ള കാലഘട്ടം. മകം പൂരം ഉത്രം കാൽ ചേരുന്ന രാശിചക്രത്തിലെ 5ാമത്തെ രാശിയായ ചിങ്ങം രാശിയിലേക്ക് നമുക്കിനി അവരുടെ പൊതുഫലങ്ങൾ നോക്കാം. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 11ൽ നിന്ന് വ്യാഴമാണ് 12ലേക്ക് വരുന്നത്.
12 എന്ന് വെച്ചാൽ വ്യാഴത്തിൻ്റെ ദുസ്ഥാനം. പക്ഷെ ഉച്ചനായത് കാരണം ദുസ്ഥാനത്തെ ഫലങ്ങളെല്ലാം നല്ല ഉച്ചത്തിൽ തന്നെ കൊടുക്കുന്നു വേണം പറയാനായിട്ട്. ദുസ്ഥാനത്ത് 11 നിന്നതായിട്ടുള്ള ഫലങ്ങൾ ചിങ്ങൻ രാശിക്കാർക്ക് 12 വരുമ്പോൾ അവർ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പിന്നീട് വ്യാഴത്തിൻ്റെതായുള്ള വിശേഷ ദൃഷ്ടിയോടുകൂടി വ്യാഴം ചിങ്ങൻ രാശിയുടെ 4 നോക്കുന്നുണ്ട്, 6 നോക്കുന്നുണ്ട്, 8 നോക്കുന്നുണ്ട്. 4 വ്യാഴത്തിന്റെ ദൃഷ്ടി ചിങ്ങൻ രാശിക്കാർക്ക് നല്ലതായിരിക്കും. കുടുംബത്തിലെ സ്വസ്ഥതയും സമാധാനവും കുടുംബത്തിലെ ഐക്യവും എല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ്. അതേസമയം 6 8 ദൃഷ്ടി അത്ര നല്ലതല്ല. 6 എന്ന് പറയുമ്പോൾ മകരൻ രാശിയാണ്. മകരൻ രാശി വ്യാഴത്തിന്റെ നീചക്ഷേത്രമാണ്. അപ്പോൾ ഉച്ചനായിട്ടുള്ള ഒരു ഗ്രഹം നീചത്തിലേക്ക് നോക്കുമ്പോൾ അതിന്റെ ഫലം കുറച്ച് കിട്ടും. കാരണം നമുക്കറിയാം, ഒരു ഇരുട്ടായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് എതിരെ നിന്നൊരു 1000 വോൾട്ടിന്റെ മറ്റൊരു ബൾബ് ഇട്ട് കഴിഞ്ഞാൽ നല്ല പ്രകാശം കിട്ടും. അതുപോലെ കുറച്ച് ഗുണഫലങ്ങൾ കിട്ടും. ഗുണഫലം വെച്ചാൽ 6 എന്ന് വെച്ചാൽ ചീത്ത സ്ഥാനം ആയത് കാരണം ഗുണഫലങ്ങൾക്ക് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരാം. ഗുണഫലങ്ങൾ ചീത്ത ഫലങ്ങൾ കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. അതുപോലെ 8 എന്ന് പറഞ്ഞാൽ ആയുസിന്റെ സ്ഥാനത്തേക്കുള്ള നോട്ടം വ്യാഴത്തെ സംബന്ധിച്ച് ശുഭഗ്രഹമായത് കാരണം ആയുസിനൊന്നും വലിയ കുഴപ്പം നമ്മൾ പറയാൻ പാടില്ലാത്തതാണ്. അപ്പൊ 6, 8 ഭാവത്തിലേക്കുള്ളതായിട്ട് ചിങ്ങൻ രാശിയുടെ 6, 8 ഭാവത്തിലേക്കുള്ള ദൃഷ്ടി ഒഴിച്ച് വ്യാഴത്തിന്റെ ബാക്കി 2 ദൃഷ്ടികളും വളരെ നല്ലതാണ്. പിന്നെ 12 വ്യാഴത്തിന്റെ മാറ്റം ഇവർക്ക് കുറച്ച് ദുരിതങ്ങൾ കൊടുക്കുന്നതായിരിക്കും. രാശി ചക്രത്തിലെ 6ാമത്തെ രാശിയായ കന്നി രാശിയിലേക്ക് പോകാം. ഉത്തരം മുക്കാല് അത്തം ചിത്തിരയര ചേരുന്ന 2.25 നക്ഷത്രമാണ് കന്നിരാശിയിൽ ഉൾപ്പെടുന്നത്. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 10 നിന്ന് 11ാം ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത്. 10 എന്ന് വെച്ചാൽ കർമ്മസ്ഥാനമായിരുന്നു, 11 പറഞ്ഞാൽ അവരുടെ ആയസ്ഥാനവുമാണ്. അപ്പം കന്നിരാശി ഒരു പരദേശ രാശി ആയത് കാരണം പണ്ടെപ്പോഴോ ചെയ്തതായിട്ടുള്ള കർമ്മങ്ങളുടെ ഫലങ്ങളൊക്കെ ചിലപ്പോൾ അവർക്കിപ്പോൾ കിട്ടാൻ മതി. വെച്ചാൽ വല്ല അരിയേഴ്സ് കിട്ടാനോ അങ്ങനെ വല്ല തടഞ്ഞു വെച്ചതായ പ്രൊമോഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടാൻ മതി അവർക്ക്, കന്നിരാശിക്കാർക്ക്, ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം കാരണം. പിന്നെ വ്യാഴം പിന്നീട് നോക്കുന്നത് വിശേഷ ദൃഷ്ടിയോടുകൂടി നോക്കുന്നത് കന്നിരാശിയുടെ 3, 5, 7 എന്നീ ഭാവങ്ങളിലേക്കാണ്. അതിൽ 3ാം ഭാവം എന്ന് പറയുമ്പോൾ ഒരു ദുസ്ഥാനമാണ്. 3 എന്ന് പറയുമ്പോൾ ദുസ്ഥാനമായത് കാരണം 3 വ്യാഴം മറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം 3 ദൃഷ്ടി നമുക്ക് വലിയ പരിഗണന കൊടുക്കേണ്ട. അതിന് എന്ന് വെച്ചാൽ കൂട്ടായിട്ടിരുന്നവരുമായിട്ട് ചിലപ്പോൾ പിണങ്ങാനോ കൂട്ടുകാരുടെ ഒരു അഭാവമോ ഇതൊക്കെ അവർക്ക് ഫീൽ ചെയ്യാൻ മതി. ഇപ്പം 5 മാറ്റം എന്ന് പറയുമ്പോൾ 5 ദൃഷ്ടി എന്ന് പറയുമ്പോൾ വളരെ നല്ലതാണ്. 5 എന്ന് പറഞ്ഞാൽ സന്താന ഭാവം. ഈ പിന്നെ മനസ്സിൻ്റെ ഭാവം കൂടിയാണ്. അപ്പം മനസ്സിൻ്റെ ഭാവത്തിലേക്കും സന്താന ഭാവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്ന് വെച്ചാൽ മനസ്സിൽ വളരെ സന്തോഷകരമായിട്ടുള്ളത്, കുട്ടികളെ കൊണ്ട് ഇവർക്ക് നല്ല സുഖാനുഭവങ്ങളൊക്കെ ഉണ്ടാവും മതി. പിന്നെ സന്താനങ്ങളില്ലാതിരുന്നവർക്കാണ് ഈ സന്താന ഭാഗ്യം ഉണ്ടാവാനും ഒക്കെ മതി ഈ സമയത്ത്. അതേപോലെ തന്നെ 7 ദൃഷ്ടി എന്ന് പറഞ്ഞാലും വളരെ നല്ലതാണ്. 7 എന്ന് പറയുമ്പോൾ ഇവരുടെ മാംഗല്യസ്ഥാനമാണ്. മാംഗല്യസ്ഥാനത്തിലേക്കുള്ള ചിലപ്പോൾ ഇവരുടെ വിവാഹം നടക്കാൻ മതി. വ്യാഴം പിഴച്ചിരിക്കുമ്പോഴേ വിവാഹം പെരവണി വീട് കല്യാണമൊക്കെ നടക്കുന്നതെന്ന് ഞാൻ പറയാറ്. എന്നാലും ഞാൻ പറയുക 7 എന്ന് വെച്ചാൽ മംഗല്യസ്ഥാനത്തിലേക്കുള്ള ഈ മാറ്റം കന്യരാശിക്കാർക്ക് മംഗല്യഭാഗ്യം പ്രതീക്ഷിച്ചിരിക്കുന്ന മംഗല്യഭാഗ്യത്തിനും അതുപോലെ തന്നെ ദാമ്പത്യ ഐക്യത്തിനും ദമ്പതിമാർ തമ്മിലുള്ള ഒരു ഐക്യത്തിനും കുടുംബത്തിലാകെ ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉള്ള ഒരു അന്തരീക്ഷം കന്യരാശിക്കാർക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാലി ചേരുന്ന 2.25 നക്ഷത്രമാണ് തുലാം രാശിയിൽ വരുന്നത്. തുലാം രാശി എന്ന് പറയുമ്പോൾ രാശി ചക്രത്തിലെ 7ാമത്തെ രാശിയാണ്. 7ാമത്തെ രാശിയായ തുലാം രാശിക്ക് ചില പ്രത്യേകതകളുണ്ട്. ശനിയുടെ ഉച്ചക്ഷേത്രം, സൂര്യൻ്റെ നീചക്ഷേത്രം, ഇതൊക്കെയാണ്. സൂര്യൻ എന്ന് പറയുമ്പോൾ സൂര്യക്ഷേത്രം എന്ന് പറയുമ്പോൾ ചിങ്ങരാശി. ചിങ്ങരാശി എന്ന് പറയുമ്പോൾ തുലാം രാശിക്കാർ 11ാം രാശിയാണ്. 11ാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള രവി നീചം ചെയ്ത ക്ഷേത്രമാണ്. എന്നാലും ശനിയുടെ ഉച്ചക്ഷേത്രമായതിന് ശനി യാതൊരു കാരണവശാലും അങ്ങനെ തുലാം രാശിക്കാർ ഉപദ്രവിക്കില്ല. കാരണം അതിന് ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്നതായിട്ടുള്ള നക്ഷത്ര ഗണങ്ങളായത് കാരണം ഈ രാശിക്കാർക്ക് ശനി തൻ്റേതായിട്ടുള്ള ഗുണങ്ങളെ കൊടുക്കാറുള്ളൂ. ദോഷഫലങ്ങൾ വളരെ കൊടുക്കുമെങ്കിൽ തന്നെ വളരെ കണ്ടകശനി, ഏഴശനിയൊക്കെ ഇവർക്ക് വളരെ കുറച്ച് അനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടാവാറുള്ളൂ തുലാം രാശിക്കാർക്ക്. പിന്നെ വ്യാഴത്തിൻ്റെ വിശേഷ ദൃഷ്ടിയോടുകൂടി വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് തുലാത്തിൻ്റെ 2, 4, 6 രാശികളിലേക്കാണ്. 2ാം ഭാവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ധനസ്ഥാനമാണ്. അപ്പം തുലാം രാശിയുടെ 2ാം ഭാവം എന്ന് പറയുമ്പോൾ
ഈ വൃശ്ചികൻ രാശി. ആ വൃശ്ചികൻ രാശിയിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ രണ്ടാം ഭാവത്തിൻ്റേതായിട്ടുള്ള എല്ലാ ദൂഷ്യവശങ്ങളും നീക്കുന്നതായിരിക്കും. രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ധനസ്ഥാനമാണ്. അപ്പം ധനത്തിന് വല്ല വരവുണ്ടായിരുന്നുവെങ്കിൽ അതിന് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ആ കുറവെല്ലാം നികത്തുന്നതായിരിക്കും. അല്ലെങ്കിൽ കിട്ടാനുള്ളതായിട്ടുള്ള പൈസകൾ എവിടെയെങ്കിലും കിട്ടാനുള്ള ഫ്യൂച്ചർ കിട്ടാനുണ്ടായിരുന്നാണെങ്കിൽ അതെല്ലാം കിട്ടുന്നതായിരിക്കും. തരാമെന്ന് പറഞ്ഞാൽ ഇത്തിരി നേരത്തെ തരാൻ മതി അവർ. അതുപോലെ തന്നെ പിന്നെ തരാമെന്ന് പറഞ്ഞ് മേടിച്ചിട്ട് കൊടുക്കാത്തവരുണ്ടെങ്കിൽ അത് കൊടുക്കാനും ഒക്കെ മതി. അങ്ങനെ പൈസയുടെ കാര്യത്തിൽ തുലാം രാശിക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവാൻ വഴിയില്ല ഈ വ്യാഴത്തിൻ്റെ രാശി മാത്രം. പിന്നെ 4ലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് 4 എന്ന് പറയുമ്പോൾ കുടുംബസ്ഥാനമാണ്. കുടുംബത്തിൽ വളരെ സൗഖ്യവും സമാധാനമൊക്കെ ഉണ്ട്. ഇപ്പോൾ വ്യാഴം നമുക്ക് മകരക്ഷേത്രമായത് കാരണം നമുക്ക് പറയാവുന്നതാണ് മകര രാശിയിലെ വ്യാഴത്തിൻ്റെ നീചക്ഷേത്രമാണ്. അതേപോലെ തന്നെ ശനിയുടെ ക്ഷേത്രമാണ്. ശനി ആയത് കാരണം അവിടെ പഴയ വീട്, അപ്പോൾ വീട് പുതുക്കി പണിയാനൊക്കെ ഇവർക്ക് തോന്നും. വീട് പുതുക്കി പണിയാനൊക്കെ ഇവർക്ക് നടക്കും മകരം രാശിയിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി മൂലം തുലാം രാശിക്കാർക്ക്. അതുപോലെ തന്നെ 6ലേക്ക് നോക്കുന്നുണ്ട്. 6ൽ നിൽക്കുന്നതും ശനി തന്നെയാണ്. അപ്പോൾ 6ലേക്കുള്ള ശനിയെ ഈ വ്യാഴം ദൃഷ്ടി ചെയ്യുമ്പോൾ 6ൻ്റേതായിട്ടുള്ള ദൂഷ്യഫലങ്ങൾ, 6ാം ഭാവത്തിൻ്റെ ദൂഷ്യഫലങ്ങളെല്ലാം തുലാം രാശിക്കാർക്ക് വളരെ കുറവായിരിക്കും. കാരണം എന്താ വെച്ചാൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ചെല്ലുമ്പോൾ ആ ശനി വളരെ ഇതാവും. അല്ലേ തന്നെ ശനി ഇവരെ ഉപദ്രവിക്കില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ രാശി മാറ്റം ഈ തുലാം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രം എന്ന് പറയാൻ പറ്റില്ല. ദോഷാധിക്യം കുറവും ഗുണാധിക്യം കൂടുതലുമുള്ളൊരു കാലമായിരിക്കും വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിലൂടെ തുലാം രാശിക്കാർ അനുഭവിച്ച് വരിക. വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട ഉൾപ്പെടുന്ന 2.25 നക്ഷത്രമാണ് വൃശ്ചികം രാശിയിൽ ഉൾപ്പെടുന്നത്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് വ്യാഴം അതിൻ്റെ അഷ്ടമഭാവത്തിലായിരുന്നു, മീൻസ് 8ലായിരുന്നു. അപ്പോൾ 8ലെ വ്യാഴം യാതൊരു ഗുണവും ഇവർക്ക് കൊടുത്തു കാണില്ല. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പിന്നെ എല്ലാം കൊണ്ടും ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള അനുഭവിച്ചിരുന്ന കാലത്തിൽ നിന്ന് ഈ വ്യാഴം കർക്കിടകത്തിലേക്ക് മാറുന്നത് ഇവരുടെ 9ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. 9 എന്ന് പറയുന്ന ഭാഗ്യസ്ഥാനം. ഈ ഭാഗ്യസ്ഥാനത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ മാറ്റം വൃശ്ചികം രാശിക്കാർക്ക് വളരെയധികം ഗുണഫലങ്ങൾ കൊടുക്കുന്നതായിരിക്കും. വിശേഷ ദൃഷ്ടിയോടുകൂടി ഈ വ്യാഴം നോക്കുന്നതും വൃശ്ചികം രാശിയിലേക്ക് തന്നെയാണ്. അതിൻ്റെ അഞ്ചാമത്തെ ക്ഷേത്രത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ടാകും. 5ാമത്തെ ക്ഷേത്രം എന്ന് പറയുമ്പോൾ വൃശ്ചികത്തിൽ. അപ്പോൾ ഈ വൃശ്ചികൻ രാശിയിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണഫലങ്ങൾ കൂടുന്നതിനൊരു കാരണമാണ്. അതുകൂടാണ്ടുള്ള വിശേഷ ദൃഷ്ടി വൃശ്ചികത്തിന് 3ലേക്കും 5ലേക്കും വ്യാഴം നോക്കുന്നുണ്ട്. ഈ 3ലേക്കുള്ള ദൃഷ്ടി എന്ന് പറയുമ്പോൾ അതറിയാം, 3 എന്ന് പറഞ്ഞാൽ ഈ സഹായസ്ഥാനം അല്ലെങ്കിൽ കൂട്ടുകാരുടെയൊക്കെ സ്ഥാനമാണ്. ആ ഭാവത്തിലേക്കുള്ള നോട്ടം എന്ന് പറയുമ്പോൾ അതും ഒരു മറഞ്ഞിരിക്കുന്ന മാതിരിയാണ്. 3ലേക്കുള്ള ദൃഷ്ടി ശുഭഗ്രഹമായ വ്യാഴത്തിന് നല്ലതല്ല. എന്നാലും ഈ 3ലേക്കുള്ള ദൃഷ്ടി കാരണം നല്ല സൗഹൃദങ്ങൾ കിട്ടാൻ മതി. ഉള്ള സുഹൃത്തുക്കൾ നല്ലവരായിരിക്കും. ചീത്ത സുഹൃത്തുക്കളായിട്ടുള്ള കൂട്ടുകെട്ട് ഇവർക്ക് പറ്റില്ല ഇനി ഈ ഒരു വർഷത്തിലേക്ക്. അതുകൂടാണ്ട് 5ലേക്കുള്ള ദൃഷ്ടി എന്ന് പറയുമ്പോൾ 5ാം ഭാവം എന്ന് വെച്ചാൽ ബുദ്ധി, മനസ്സ്, ഇതിൻ്റെയൊക്കെ ഇവരുടെ മനസ്സൊന്ന് ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ വീട്ടിലാണെങ്കിൽ കുടുംബസ്ഥരെ പറ്റി പറയുകയാണെങ്കിൽ അവരുടെ സന്താനങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്നൊരു കാലമാണെങ്കിൽ സന്താനങ്ങളാൽ ഉള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് മാറിക്കിട്ടും. കാരണം അവർ നേർവഴിക്കൊക്കെ പോകുന്നുണ്ട്. വളഞ്ഞു വഴിക്ക് പോയിരുന്നവരാണെങ്കിൽ നേർവഴിക്ക് പോകാൻ മതി ഈ സമയത്ത്, ഈ കാലഘട്ടത്തിൽ. അങ്ങനെ വ്യാഴം വൃശ്ചികം രാശിക്കാർക്ക് വളരെ ഗുണഫലങ്ങൾ ചൊരിയുന്നൊരു വർഷമാണ് ഇനിയും വരുന്നത്. മൂലം, പൂരാടം, ഉത്രാടം കാൽ ചേരുന്ന 2.25 നക്ഷത്രമാണ് ധനുരാശിയിൽ ഉൾപ്പെടുന്നത്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 7ൽ നിന്നിരുന്നായിട്ടുള്ള വ്യാഴമാണ് ഇപ്പോൾ 8ലേക്ക് മാറാൻ പോകുന്നത്. അവരുടെ അഷ്ടമസ്ഥയിലേക്കാണ് വ്യാഴത്തിൻ്റെ മാറ്റം വരുന്നത്. അപ്പോൾ അഷ്ടമം എന്ന് പറഞ്ഞൊരു ദുരിതസ്ഥാനമാണ്. ദുരിതസ്ഥാനത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ മാറ്റം ഇവർക്ക് വലിയ ഗുണാനുഭവങ്ങൾ വളരെ കുറവായിരിക്കും. വിശേഷ ദൃഷ്ടിയോടുകൂടി വ്യാഴം നോക്കുന്നത് ഇവരുടെ 12ാം ഭാവത്തിലേക്ക്. വൃശ്ചികൻ രാശി 12ാം ഭാവമായിട്ട് വരും. 12ാം ഭാവത്തിലേക്ക് നോക്കുന്നുണ്ട്. മകരൻ രാശി ധനുവിൻ്റെ 2ാം ഭാവത്തിലേക്ക് നോട്ടുകൊണ്ട് മീനൻ രാശി വ്യാഴത്തിൻ്റെ വിശേഷ ദൃഷ്ടി വരുന്നത് 4ലേക്കാണ്, ധനുരാശിയുടെ 4ലേക്ക്. അങ്ങനെ ഈ ധനുരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അഷ്ടമത്തിലെ വ്യാഴം അഷ്ടമത്തിൽ നിന്നുകൊണ്ട് 12ലേക്ക് നോക്കും. 12 എന്ന് പറഞ്ഞൊരു ദുരിത സ്ഥാനമാണ്. പാപം വ്യയം ച പതനെന്ന 12 തന്നെ പറയുന്നത് തന്നെ ശ്ലോകത്തിൽ. അപ്പം ഒരു പതനസ്ഥാനത്തിലേക്ക് ആണ് നോക്കുന്നത്. അത് ചീത്ത സ്ഥാനത്ത് നിന്ന് ദുസ്ഥാനത്ത് നിന്ന് ദുസ്ഥാനത്തേക്കൊരു നല്ല
ശുഭഗ്രഹമാണ് നോക്കുന്നത്, അതും കൂടി നമ്മൾ നോക്കേണ്ടതാണ്. പിന്നെ 2ലേക്കുള്ള ദൃഷ്ടി എന്ന് പറയുമ്പോൾ മകരം രാശിയിലേക്ക്, 2 എന്ന് പറയുമ്പോൾ ധനസ്ഥാനമാണ്. ധനം എന്ന് പറയുമ്പോൾ ധനുരാശിക്കാരുടെ ധനസ്ഥാനമായ 2 എന്ന് വെച്ചാൽ ശനിയുടെ അധീനതയിലുള്ള മകരം രാശി. ആ ശനിയുടെ അധീനതയിൽ വലിയ വരുമാനം ഇവർക്ക് സ്വതവേ ഉണ്ടാവാൻ വഴിയില്ല. ഉണ്ടായിരുന്നതാണ് പെട്ടെന്ന് 8ലേക്ക് മാറുമ്പോൾ നിൽക്കാൻ പോകുന്നത്. ഇങ്ങനെ ഈ മാറ്റം പിന്നെ ഒരു കോമ്പൻസേഷൻ വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ 4ലേക്ക് നോക്കും. ധനുരാശിയുടെ 4ലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി, 4ലേക്ക് വിശേഷ ദൃഷ്ടിയോട് നോക്കുന്നത് ധനുരാശിയുടെ 4ലേക്കാണ്. ധനുരാശിയുടെ 4ലേക്കുള്ള നോട്ടം എന്ന് പറയുമ്പോൾ ഈ 2ാം ഭാവാധിപനെ തന്നെയാണ് നോക്കുന്നത്. 2ാം ഭാവാധിപനെ വ്യാഴം നോക്കുന്നത് കാരണം ധനപരമായ ഒരു ഉയർച്ച ഇവർക്ക് പറയാവുന്നതാണ്. എന്നാലും ധനപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടെങ്കിലും ഈ 8ൽ നിന്നുള്ള വ്യാഴമാണ് 12ലേക്ക് നോക്കുന്നത്, അതുപോലെ തന്നെ 4ലേക്കും 2ലേക്കും ഒക്കെ നോക്കുന്നത്. അപ്പം അതിൻ്റേതായ ഒരു കോട്ടങ്ങൾ ഉണ്ടാവും. ധനം കിട്ടും, അതെങ്ങനെയാണ് പോകണമെന്ന് ഇവർക്ക് അറിയാൻ പറ്റില്ല. വരുന്ന പൈസ എങ്ങോട്ട് പോയി എന്നായിരിക്കും ഇവർ ചോദിക്കുക. എനിക്ക് ഇത്രയും പൈസ കിട്ടി, പക്ഷേ എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല എന്ന് പറയുന്നൊരവസ്ഥ ഇവർക്ക് ഉണ്ടാകും. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തിൽ അര ചേരുന്ന 2.25 നക്ഷത്രമാണ് മകരം രാശിയിൽ ഉൾപ്പെടുന്നത്. ഈ മകരം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യാഴം 6ൽ നിന്നും 7ലേക്ക് ഒരു ദുസ്ഥാനത്ത് നിന്ന് സുസ്ഥാനത്തിലേക്ക് മാറിയിരിക്കുന്നു. അതുകൂടാണ്ട് വ്യാഴത്തിൻ്റെ നേരെയുള്ള ദൃഷ്ടി ഈ മകരം രാശിക്കാർക്ക് കിട്ടുന്നുണ്ട്. മകരം രാശിക്കാർക്ക് അങ്ങനെ ഒരു വലിയ ദുരിതാനുഭവങ്ങൾ ഉണ്ടായിരുന്നതല്ല. മകരം രാശിക്കാരുടെ ദുരിതാനുഭവങ്ങൾ കുറച്ച് നാളത്തേക്ക് മാറുകയാണ്. കാരണം വ്യാഴം അതിൻ്റെ നേരെ 7ലേക്ക് വന്നിട്ട് ഇവരെ തന്നെയാണ് നോക്കുന്നത്, മകരം രാശിയിലേക്ക് നോക്കുന്നുണ്ട്. മകരം നീചക്ഷേത്രമാണ്, എന്നാലും വേണ്ടില്ല. എന്നാൽ ഇവർ ആ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുമ്പോൾ ഇവർക്കൊരു മാറ്റം, ഒരു നല്ലൊരു മാറ്റമായിരിക്കും ഇവർക്കുണ്ടാവുന്നത്. പിന്നെ വിശേഷ ദൃഷ്ടിയോടുകൂടി വ്യാഴം നോക്കുന്നത് ഈ മകരത്തിലേക്ക് തന്നെ നോക്കുന്നുണ്ട്. അതുകൂടാണ്ട് 11ാം ഭാവത്തിലേക്ക് നോക്കുന്നുണ്ട്. മകരം രാശിയുടെ 11ാം ഭാവമായി വൃശ്ചികത്തിലേക്ക് നോക്കുന്നുണ്ട്. 3ാം ഭാവമായി മീനൻ രാശിയിലേക്ക് നോക്കുന്നുണ്ട്. ഈ 11ാം ഭാവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആയസ്ഥാനമാണ്. ആയം എന്ന് വെച്ചാൽ വരവിൻ്റെ സ്ഥാനമാണ്. വരവിൻ്റെ സ്ഥാനത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വരുമാനം വരുന്നതിന് ഒരു തടസ്സമായിരിക്കില്ല. വരുമാനങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഏതെങ്കിലും വിധത്തിൽ കിട്ടാനുള്ള പൈസ കിട്ടുകയോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ മുമ്പ് കിട്ടാമെന്ന് പറഞ്ഞത് കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ കടം കൊടുത്ത് കിട്ടാതിരുന്നത് കിട്ടാനും ഒക്കെ ഉള്ള സമയമാണ് മകരം രാശിക്കാർക്ക്. പിന്നെ മകരം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു സമയമാണിതെന്ന് ഞാൻ ഇതിനു മുമ്പുള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3ലെ ശനി മുടിചൂടി വാഴുന്നാണ് പറയുന്നത്. അപ്പം മകരം രാശിക്കാർക്ക് 3ലെ ശനി നടക്കുന്ന കാലമാണ്. ആ 3ലെ ശനി നിൽക്കുന്ന മീനൻ രാശിയിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശനിയുടെ ഗുണഫലങ്ങൾ എന്ന് വെച്ചാൽ ഇവരുടെ ആ ഒരു രാജകീയമായൊരു അവസ്ഥയായിരിക്കും മകരം രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റത്തോടുകൂടി ഉണ്ടാകുന്നത്. ശനിയിലേക്കുള്ള ദൃഷ്ടി വരുമ്പോൾ 3ലെ ശനിയായത് കാരണം 3ലെ ശനിയുടെ ഗുണാനുഭവങ്ങൾ കൂടുതലായിട്ട് ലഭിക്കാൻ ഈ മകരം രാശിക്കാർക്ക് സാധിക്കുന്നതാണ്. മകരം രാശിക്കാർക്ക് ആണെങ്കിൽ ആ മകരത്തിലേക്ക് തന്നെയുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി, ആ മകരത്തിൻ്റെ അധിപനായിട്ടുള്ള ശനിയെ ദൃഷ്ടി ചെയ്യുന്നു. പിന്നെ 11ലേക്കുള്ള ദൃഷ്ടി, എല്ലാം കൊണ്ടും മകരം രാശിക്കാർക്ക് വ്യാഴമാറ്റം വളരെ അനുകൂലമായൊരു കാലഘട്ടമാണ് മകരം രാശിക്കാർക്ക് കിട്ടിയിരിക്കുന്നത്. അവിട്ടത്തിൽ അര, ചതയം, പൂരൂരുട്ടാതി, മുക്കാല് ചേരുന്ന 2.25 നക്ഷത്രമാണ് കുംഭൻ രാശിയിലുള്ളത്. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യാഴം 5ൽ നിന്നും 6ലേക്ക് ഒരു സുസ്ഥാനത്തിൽ നിന്നും ദുസ്ഥാനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അത് ഉച്ചനായിട്ടാണ് ദുസ്ഥാനത്തേക്ക് കടന്നിരിക്കുന്നത്. അതുകൂടാണ്ട് ഈ കുംഭൻ രാശിയുടെ 12ലേക്ക് വ്യാഴത്തിന് ദൃഷ്ടിയുണ്ട്. കുംഭൻ രാശിയുടെ 10ലേക്ക് വൃശ്ചികത്തിലേക്ക് ദൃഷ്ടിയുണ്ട്. കുംഭൻ രാശിയുടെ 2ലേക്ക് ദൃഷ്ടിയുണ്ട്. 12 നമുക്കറിയാം വ്യയസ്ഥാനമാണ്. അപ്പോൾ എത്ര പൈസ, 2 എന്ന് പറഞ്ഞാൽ ധനസ്ഥാനം. അപ്പം ധനസ്ഥാനത്ത് നിന്ന് വ്യാഴം എന്തൊക്കെ കൊടുക്കുന്നുവോ അതെല്ലാം തന്നെ ഈ 12ലേക്കുള്ള ദൃഷ്ടി കാരണം അതിന് നഷ്ടപ്പെടാൻ മതി. അപ്പം ഇങ്ങനെ കൂടുതൽ വരവും കൂടുതൽ ചെലവുള്ളൊരു കാലമാണ്. എത്ര പൈസ കിട്ടിയാലും കയ്യിലിരിക്കാത്തൊരു കാലമാണ് കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊടുക്കുന്നത്. അപ്പം വ്യാഴം ഈ കുംഭൻ രാശിക്കാർക്ക് ഗുണങ്ങളും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ദോഷങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമായിരിക്കും കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ രാശിമാറ്റം മൂലം ഉണ്ടാവുക.
അപ്പം ഒരു വർഷം ഇവർ അഞ്ചലിൽ നിന്നതായുള്ള എല്ലാ സൗഭാഗ്യങ്ങളും, കാരണം നല്ല ഒത്തിരി പൈസയൊക്കെ ഇവർക്ക് കിട്ടിക്കാണും, സന്താനങ്ങളെ കൊണ്ടുള്ള നല്ല ഇതെല്ലാം കിട്ടിക്കാണും. അതെല്ലാം പെട്ടെന്ന് 6ലേക്ക് വരുമ്പോൾ വ്യാഴം അതെല്ലാം തന്നെ തട്ടിയെടുക്കുന്ന മാതിരി, പെട്ടെന്നായിരിക്കില്ല, സാവധാനം പൈസയൊക്കെ ഉണ്ടാകും. ഈ പൈസ എവിടെ പോണു എന്നുള്ളതിന് ഇവർക്ക് തന്നെ ചിന്തിക്കുക. എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, ഈ പൈസ എവിടെ പോയി, ഞാൻ ആർക്ക് കൊടുത്തു, എങ്ങനെ ഈ പൈസ ഇത്രയും തീർന്നു എന്നൊരു അവസ്ഥ ഈ കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്ത് തോന്നാൻ മതി. പിന്നെ കുംഭത്തിൻ്റെ അധിപനായിട്ടുള്ള ശനി 2ൽ നിൽക്കുന്നത് കാരണം, ആ 2ൽ നിൽക്കുന്ന ആ 2ാം ഭാവം വരുമാനമായത് കാരണം കുംഭത്തിൻ്റെ അധിപനായിട്ടുള്ള ശനിയെ തന്നെയാണ് ഈ വ്യാഴം നോക്കുന്നത്. അപ്പോൾ കുംഭൻ രാശിക്കാർക്ക് പൈസ കിട്ടും, പോണ വഴി ഇവർക്ക് തന്നെ അറിയില്ല. അതാണ് അവരുടെ അവസ്ഥ. പൂരൂരുട്ടാതി കാല്, ഉത്തരട്ടാതി, രേവതി ഉൾപ്പെടുന്ന 2.25 നക്ഷത്രമാണ് മീനൻ രാശിയിൽ ഉൾപ്പെടുന്നത്. മീനൻ രാശി നമ്മൾക്കറിയാം രാശി ചക്രത്തിലെ 12ാമത്തെ രാശിയാണ്. ആചാര്യന് മത്സ്യവും എന്നും പറഞ്ഞാൽ തുടങ്ങുന്നത് തന്നെ. അപ്പം 12ാമത്തെ രാശിക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. അപ്പം മീനൻ രാശിക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഈ മീനൻ രാശിക്കാർക്ക് വ്യാഴം മാറുന്നത് സുസ്ഥാനമായി 4 വേറൊരു സുസ്ഥാനമായി 5ലേക്കാണ് മാറുന്നത്. 5ലേക്കുള്ള വ്യാഴത്തിൻ്റെ സ്ഥിതി 5ൽ നിന്നുകൊണ്ട് വ്യാഴം, 5ൽ നിൽക്കുന്നതല്ല വ്യാഴം മീനൻ രാശിയുടെ 11ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്, മീനൻ രാശിയുടെ 9ലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഈ 2 നല്ല സുസ്ഥാനങ്ങൾ തന്നെയാണ്. 9 എന്ന് പറയുമ്പോൾ ഭാഗ്യസ്ഥാനവുമാണ്, 11 പറയുമ്പോൾ ആയസ്ഥാനം, വരുമാനത്തിൻ്റെ സ്ഥാനമാണ്. ഭാഗ്യവും വരുമാനവും എല്ലാം ഒരുമിച്ച് കിട്ടുന്നൊരു അനുഭവം ഈ മീനൻ രാശിക്കാർക്കുണ്ടാകും. പിന്നെ മീനൻ രാശിയിലേക്ക് നോക്കുന്നുണ്ട്. അപ്പം മീനൻ രാശിയിലേക്കുള്ള നോട്ടവും ജന്മശനിയുടേതായുള്ള ദൂഷ്യങ്ങൾ മീനൻ രാശിക്കാർക്ക് വളരെ കുറച്ച് കൊടുക്കുന്നതായിരിക്കും ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം. അപ്പം എല്ലാം കൊണ്ടും മീനൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റം എല്ലാ വിധത്തിലും ഗുണകരമായൊരു മാറ്റമാണെന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഇതാണ് മീനൻ രാശിക്കാർക്ക് വ്യാഴമാറ്റം കൊണ്ടുണ്ടാകുന്ന സാമാന്യ ഫലങ്ങൾ.